ഹായ്, എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ത്യൻ ഗവൺമെന്റിന് കീഴിൽ വരുന്ന ഇൻഷുറൻസ് കമ്പനിയായ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡ് പുതിയ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അസിസ്റ്റന്റ് എന്ന തസ്തികയിൽ ഇന്ത്യയിലുടനീളം 500 ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ തന്നെ ഒട്ടുമിക്ക എല്ലാ സ്റ്റേറ്റിലും ഈ പോസ്റ്റിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട്. കേരളത്തിൽ SC 11, ST 1, OBC 3, EWS 4, UR 21 എന്നിങ്ങനെ 40 ഒഴിവുകളാണ് മൊത്തം വന്നിട്ടുള്ളത്. ഇതിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 17 മുതലാണ്. ജനുവരി 1 വരെ ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. അപ്ലിക്കേഷൻ ഫീ അടയ്ക്കാനുള്ള അവസാന തീയതിയും ജനുവരി 1 തന്നെയായിരിക്കും. ഇതിലേക്ക് വരുന്ന ടയർ 1 ഓൺലൈൻ എക്സാമിന്റെ ഡേറ്റ് കൊടുത്തിട്ടുള്ളത് ജനുവരി 27-നാണ്. മെയിൻ എക്സാമിന്റെ ഡേറ്റ് കൊടുത്തിട്ടുള്ളത് 2025 മാർച്ച് 2-നാണ്. 21 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. 1/12/2024 വെച്ചായിരിക്കും ഏജ് കണക്കാക്കുന്നത്. അതായത് 2/12/1994 ശേഷവും 1/12/2003 മുൻപും ജനിച്ചവർ ആയിരിക്കണം. SC/ST വിഭാഗത്തിന് 5 വർഷത്തെ വയസ്സിളവും OBCക്ക് 3 വർഷത്തെ വയസ്സിളവും നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും ഡിസിപ്ലിനിലുള്ള ഡിഗ്രിയാണ് ഈ പോസ്റ്റുകളിലേക്ക് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. ടയർ 1, ടയർ 2 എന്നിങ്ങനെ 2 എക്സാം നടത്തിയാണ് ഈ പോസ്റ്റുകളിലേക്ക് കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുന്നത്. ടയർ 1 എക്സാമിന് നിർദ്ദേശിച്ചിട്ടുള്ള പാസ് മാർക്ക് ലഭിക്കുന്നവർക്ക് മാത്രമേ ടയർ 2 എക്സാം എഴുതാൻ വേണ്ടി യോഗ്യത ലഭിക്കുകയുള്ളൂ. ഇതിലേക്ക് വരുന്ന സിലബസും അനുവദിച്ചിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷനും എല്ലാം തന്നെ നോട്ടിഫിക്കേഷനിൽ വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എല്ലാ സ്റ്റേറ്റിലും എക്സാമിനേഷൻ സെന്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. കേരളത്തിൽ ആലപ്പുഴ, കണ്ണൂർ, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ ടയർ 1 എക്സാമിന്റെ സെന്ററുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ടയർ 2 എക്സാം സെന്റർ എറണാകുളത്ത് മാത്രമായിരിക്കും. അപ്ലിക്കേഷൻ ഫീസ് നോക്കുകയാണെങ്കിൽ SC/ST, PWBD, എക്സ് സർവീസ്മാൻ കാറ്റഗറികൾക്ക് 100 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത്. OBC, ജനറൽ, EWS കാറ്റഗറികൾക്ക് 850 രൂപയായിരിക്കും അപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് വരുന്നത്. ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. തിരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ്സിന് 6 മാസത്തെ പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കുന്നതാണ്. ഈ പ്രൊബേഷൻ പീരീഡിൽ റിസൈൻ ചെയ്തു പോവുകയാണെങ്കിൽ 25,000 രൂപ കമ്പനിയിൽ അടയ്ക്കേണ്ടതായിട്ട് വരും. ഇനി ഇതിൻ്റെ സാലറി നോക്കുകയാണെങ്കിൽ 22,405 രൂപ മുതൽ 62,265 രൂപ വരെയാണ് ബേസിക് സാലറി വരുന്നത്. മെട്രോ സിറ്റികളിൽ എല്ലാ അലവൻസോടും കൂടെ 40,000 രൂപ തുടക്ക ശമ്പളമായി ലഭിക്കുന്നതാണ്. ഇതിലേക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റ്സിന്റെ എല്ലാവിധ ഫോർമാറ്റുകളും കൂടി അടങ്ങിയ ഈ നോട്ടിഫിക്കേഷൻ വിശദമായി വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ജോലി ലഭിക്കുന്നതിന് മികച്ച അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. യോഗ്യതയുള്ള എല്ലാവരും തന്നെ മാക്സിമം ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ഈ നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ അറിയുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.